മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പ്ലാസ്റ്റർ സംബന്ധമായി സിമൻറ്റും പീ സാൻഡും കുഴയ്ക്കുന്ന അളവുകളും അവയുടെ അനുപാതവുമൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ വയറിംഗ് സംബന്ധമായ കാര്യങ്ങളാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് ഏതൊരാൾക്കും അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. അതായത് ഏതൊരു വീട്ടിലും ആവശ്യമായ ഇടങ്ങളിലൊക്കെ വൈദ്യുതി എത്തിക്കുന്നതിനാണ് ഗ്രഹവൈദ്യുതീകരണം അല്ലെങ്കിൽ വീടിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻസുലേഷൻ കൊണ്ട് പൊതിഞ്ഞ കനം കുറഞ്ഞ കമ്പിയാണ് വയർ എന്ന് പറയുന്നത്. ഈ കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിക്കും. ഈ ഇൻസുലേഷനെ ആസ്പദമാക്കിയും അതിനുള്ളിലെ കമ്പിയുടെ വണ്ണത്തെയും ഇഴകളെയും അടിസ്ഥാനമാക്കിയും വയറുകളെ തരംതിരിച്ചിട്ടുണ്ട്. വീട് വയറിങ്ങിന് ഉപയോഗിക്കുന്ന തരം വയറുകളെപ്പറ്റി മാത്രമാണ് ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. ഒന്ന്, PVC വയറുകൾ പോളിവൈനൽ ക്ലോറൈഡ് ആണ് കമ്പിക്ക് ചുറ്റുമുള്ള ഇൻസുലേഷൻ അഥവാ ആവരണം എന്ന് പറയുന്നത്. രണ്ട്, പോളിയെലത്തീൻ വയറുകൾ. ഇതിനെ അപേക്ഷിച്ച് പോളിക്ലോറൈഡ് വയറും പോളിയെലത്തീൻ വയറുകളുമാണ് VIR വയറുകളേക്കാൾ മെച്ചം. വാൽക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ എന്നാണ്. നാലാമതായി വെതർ പ്രൂഫ് വയറുകളുമുണ്ട്. ഒറ്റ ഇൻസുലേഷനോട് കൂടിയവയും ഇരട്ട ഇൻസുലേഷനോട് കൂടിയവയും ഉണ്ട്. ഒറ്റ ഇൻസുലേഷൻ ഉള്ളത് ഓപ്പൺ വയറിങ്ങിന് ഉപയോഗിക്കുകയില്ല. ചുവരുകൾക്കും സീലിങ്ങിനും അകത്തുകൂടി പൈപ്പിട്ട് പുറമേ കാണാതെ കൺസീൽഡായി ചെയ്യുന്ന വയറിങ്ങിനും ചുവരിന് പുറത്തുകൂടി ബോക്സ് രൂപത്തിലുള്ള പൈപ്പുകൾ ഉറപ്പിച്ച് അതിനുള്ളിലൂടെ വയർ വലിച്ച് ചെയ്യുന്ന വയറിങ്ങും ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെ കോൺഡ്യൂട്ട് വയറിംഗ് എന്നുമാണ് പറയുന്നത്. ഇതിനെ സിംഗിൾ ഇൻസുലേഷൻ വയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പൺ വയറിങ്ങിന് PVC ഇൻസുലേഷനും അതിനു പുറമെ റബ്ബർ ഇൻസുലേഷനും ഉള്ളത് തന്നെ ഉപയോഗിക്കണം. വീടുകളിൽ മിക്കവാറും ഓപ്പൺ വയറിങ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന മഴയും വെയിലും മഞ്ഞും നേരിടുവാൻ കെൽപ്പുള്ള വയറുകളാണ് വെതർ പ്രൂഫ് വയറുകൾ. അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടതും. പോളിയെലത്തീൻ PVC വയറുകൾക്ക് എക്സ്ട്രാ ആയി ഒരാവരണം കൂടി കൊടുത്തവയാണ് വെതർ പ്രൂഫ് വയറുകൾ എന്ന് പറയുന്നത്. പിരിച്ചെടുത്ത നാട പ്രത്യേകതരം രാസപദാർത്ഥ കുഴമ്പിൽ മുക്കിയെടുത്താണ് വെതർ പ്രൂഫ് വയറുകൾ ഉണ്ടാക്കുന്നത്. രണ്ട് തരം ലാമ്പുകൾ നിലവിലുണ്ട്. ഇൻകാൻഡിസെൻ്റ് ലാമ്പുകൾ, ഇതിനെയാണ് നാം സാധാരണ ബൾബ് എന്ന് വിളിക്കുന്നത്. അതായത് ഇൻകാൻഡിസെൻ്റ് ലാമ്പുകൾ. മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ലാമ്പുകളെ പെൻഡൻ്റ് ലാമ്പുകൾ എന്നും പറയുന്നു. കുതിരയുടെ ഉയർത്തിപ്പിടിച്ച കഴുത്തും തലയും പോലെ ചുവരിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ലാമ്പുകളെ ബ്രാക്കറ്റ് ലാമ്പുകൾ എന്നും ചുവരിനോട് ചേർന്ന് നിന്ന് പ്രകാശിക്കുന്ന ലാമ്പുകളെ ബാറ്റൺ ലാമ്പുകൾ എന്നുമാണ് പറയുന്നത്. അടുക്കളയിലും ഡൈനിങ് ടേബിളിനും അരികിലും വാട്ട്സ് അളവ് കൂടിയ പെൻഡൻ്റ് ലാമ്പുകളോ ട്യൂബ് ലൈറ്റുകളോ ഉറപ്പിക്കാം. സ്വീകരണമുറിയിൽ ബ്രാക്കറ്റ് ലാമ്പുകളും ഇടനാഴിയിലും ടോയ്ലറ്റിലും വാട്ട്സ് അളവ് കുറവുള്ള ബാറ്റൺ ലാമ്പുകളും ഉപയോഗിക്കാം. ഫ്ലൂറസൻ്റ് ലാമ്പുകളും മറ്റ് ഇൻവെർട്ടർ ലാമ്പുകളും ഒക്കെ ഇപ്പോൾ ലഭ്യമാണ്. സ്വിച്ചുകൾ സിംഗിൾ വേകളും 2 വേ സ്വിച്ചുകളും ഉണ്ട്. 2 വേ സ്വിച്ചുകൾ സ്റ്റെയർ കേസിലാണ് ആവശ്യം വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെ നിന്ന് ഓൺ ചെയ്തിട്ട് മുകളിലേക്ക് കയറിപ്പോയി മുകളിൽ നിന്ന് തന്നെ ഓഫ് ചെയ്യുന്നതിന് കഴിയും. അതുപോലെ ICDS സ്വിച്ചുകൾ, അത് വീടുകളിൽ മെയിൻ സ്വിച്ചായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ പേര് അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് എന്നാണ്. ഒരു ഇരുമ്പ്
ബോക്സിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. തുറക്കണമെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താലേ പറ്റുകയുള്ളൂ. ഓർമ്മക്കുറവ് മൂലമോ മറ്റോ അബദ്ധത്തിൽ ഓഫ് ചെയ്യാതെ തുറക്കരുത് എന്ന മുൻകരുതലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം. സാധാരണ ലൈറ്റുകൾക്കായി 118 PVC കോപ്പർ വയർ ഇരട്ട ഇൻസുലേഷൻ ഉള്ളത് ഉപയോഗിക്കാം. റെഫ്രിജറേറ്ററും ഹീറ്ററും AC-യുമൊക്കെ പ്രവർത്തിപ്പിക്കുവാൻ ഇതിന് കഴിയും. AC-യുമൊക്കെ പ്രവർത്തിപ്പിക്കുവാൻ 320 ഇരട്ട ഇൻസുലേഷനുള്ള കോപ്പർ വയർ തന്നെ ഉപയോഗിച്ച് ICDP സ്വിച്ച് തുടങ്ങിയ സാധനങ്ങളെല്ലാം വാങ്ങണം. ലൈറ്റുകളെല്ലാം തറയിൽ നിന്നും 2.5 മീറ്റർ ഉയരത്തിലും സ്വിച്ചുകളെല്ലാം 1.5 മീറ്റർ ഉയരത്തിലും ഉറപ്പിക്കണം. ഒരു മുറിയിലെ എല്ലാ സ്വിച്ചുകളും പ്ലഗുകളും ഒന്നിച്ച് ഒരേ ഒരു ബോക്സിൽ വരത്തക്ക വിധം ക്രമീകരിക്കണം. വയറിങ്ങുമായി ബന്ധപ്പെട്ട എത്ര ചെറിയ ജോലികളും ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കി ഫ്യൂസുകളെല്ലാം ഊരിയെടുത്ത് റിപ്പയർ ചെയ്യുന്ന ആളുടെ കൈവശം തന്നെ സൂക്ഷിക്കണം. അറിവില്ലായ്മ കൊണ്ടും ലാഭമോഹത്താലും വയറിംഗ് കരാറുകാർ എർത്തിങ്ങിൽ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. ഇത് അത്യാപൽക്കരമാണ്. വില കൂടിയ ഫിറ്റിങ്ങുകൾ ആവശ്യത്തിലധികവും താണതരം വയർ ഉപയോഗിച്ച് വയറിംഗ് നടത്തുന്നതും തെറ്റാണ്. വയറിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നല്ലതരം വയർ ഉപയോഗിക്കുക എന്നതാണ്. ദീർഘകാലം നിലനിൽക്കുന്നതിനും വീട്ടുകാരുടെ സുരക്ഷിതത്വത്തിനും വൈദ്യുതി കണക്ട് ചെയ്യുന്നതിന് മുൻപായി പ്രായോഗിക പരിചയം ഉള്ള ഒരു ഇലക്ട്രിക്കൽ വിദഗ്ധനെ കാണിച്ച് അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും. അടുത്തതായി പാലിച്ചിരിക്കേണ്ട ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് പറയുന്നത്. 1. ഏതെങ്കിലും സ്വിച്ച് ചൂടാകുന്നതായി കണ്ടാൽ ഉടൻ തന്നെ മാറ്റി പുതിയത് സ്ഥാപിക്കുക. 2. വീട് വയറിങ് ലൈസൻസുള്ള കോൺട്രാക്ടറെ കൊണ്ടേ ചെയ്യിക്കാവൂ. 3. വീട്ടിൽ വച്ചിരിക്കുന്ന മീറ്ററിൽ പതിച്ചിരിക്കുന്ന സീലുകൾ ഭദ്രമാണോ എന്ന് ഇടയ്ക്കിടെ നോക്കേണ്ടതാണ്. സീലുകൾ ഇല്ലാതെയോ കേടായി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ രേഖാമൂലം വിവരം അധികൃതരെ അറിയിക്കുക. വീടുകൾ വയർ ചെയ്യുമ്പോഴും പുതിയ വയറിങ് കൂട്ടിച്ചേർക്കുമ്പോഴും നിലവാരമുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. സെക്ഷൻ ഓഫീസിൽ അറിയിച്ച് ലൈസൻസ് ഉള്ള വ്യക്തികളെ കൊണ്ടേ ജോലി ചെയ്യിക്കാവൂ. 5. പ്ലഗുകളിൽ നിന്നും പ്ലാസ്റ്റിക് വയർ ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും വൈദ്യുതി നീട്ടരുത്. ഇരട്ട ഇൻസുലേഷനുള്ള വയറുകൾ മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവൂ. 6. എർത്തിങ് കമ്പികൾ മുറിഞ്ഞു പോയിട്ടില്ലെന്ന് വല്ലപ്പോഴുമൊക്കെ പരിശോധിക്കുന്നത് നമുക്ക് നല്ലതാണ്. 7. ടെർമിനൽ വയറുകൾ തിരുകുമ്പോൾ അറ്റം പിരിച്ച് ഒരു മടക്ക് വളച്ച ശേഷമായാൽ ബലത്തിൽ പിടിച്ചു നിൽക്കും. 8. ബൾബുകൾ മാറ്റുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഉണങ്ങിയ ഒരു തുണി കൊണ്ട് കൂട്ടിപ്പിടിച്ച് വേണം ചെയ്യേണ്ടത്. എന്തു പണി ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ചെയ്യുമ്പോഴും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. 9. ട്യൂബ് ലൈറ്റ് പൊട്ടാനിടയായാൽ അത് സൂക്ഷിക്കണം. അതിനകത്തെ വെള്ള തേപ്പ് പൊടിയുണ്ട്, അത് വിഷമാണ്. മുറിവുകളിൽ പുരണ്ടാൽ ഉണങ്ങുവാൻ അത് വിഷമമാണ്. 10. കുട്ടികൾക്ക് കൈയെത്തുന്ന ഉയരത്തിൽ തുറന്ന പ്ലഗുകളും ചൂടുണ്ടാക്കുന്നതോ വയറുകൾ തുറന്നിരിക്കുന്നതുമായ ഉപകരണങ്ങളും ഓണാക്കി വയ്ക്കരുത്. ഗ്യാസ് ഉപയോഗിക്കുന്ന അടുക്കളയിലെ സ്വിച്ചുകൾ എല്ലായ്പ്പോഴും നല്ല നിലയിൽ പരിരക്ഷിക്കേണ്ടതാണ്. ലാഭകരവും അപകടരഹിതവുമായി വൈദ്യുതി ഉപയോഗിക്കുവാൻ ശീലിക്കുകയാണ് വേണ്ടത്. 3 കിലോ വാട്ടിൽ കൂടുതൽ ശക്തി ആവശ്യമെങ്കിൽ 3 ഫേസ് സപ്ലൈ എടുക്കേണ്ടതുമാണ്. ഏതായാലും വൈദ്യുതിയെ ബഹുമാനത്തോടെ സമീപിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ വളരെ ലാഭകരമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തലോടെ
സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വിഷയവുമായി വരും വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.